കർത്താവിന് സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ ശ്രേഷ്ഠവും പരിശുദ്ധവുമായ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനം. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായല്ലോ. വർത്തമാന കാലയളവുകൾ അതേറെ അടുത്തെത്തിയിരിക്കുന്നു എന്ന സംഭവങ്ങളിലൂടെ നമ്മളോട് വിളിച്ചു പറയുന്നു. ഓരോ ദിവസങ്ങളും നമ്മൾ കാണുന്ന കേൾക്കുന്ന വാർത്തകൾ ദൈവവചനത്തിൻ്റെ നിറവേറലുകളാണ് എന്നത് ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളം ആനന്ദിക്കുകയും നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുകയും ചെയ്യട്ടെ. സങ്കടപൂർണമായ ഒത്തിരി അനുഭവങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. ദൈവജനങ്ങൾ ഉപദ്രവിക്കപ്പെടുകയാണ്, പീഡകൾ പെരുകുകയാണ്. ഇവിടെ കഷ്ടവും നഷ്ടവും ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവസഭ നിലകൊള്ളുകയാണ്. എന്നാൽ ഇത് അധിക നാളിനി തുടർന്നു പോകുകയില്ല. എന്തുകൊണ്ടെന്നാൽ തൻ്റെ കാന്തയെ ചേർക്കുവാൻ ആത്മമണവാളനായ യേശു ക്രിസ്തു മടങ്ങി വരാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വന്നാൽ എന്തായിരിക്കും നമ്മുടെ ഭാവി? തിരുവചനം നമുക്ക് ധാരാളം നമ്മുടെ ഭാവി സംബന്ധമായ അറിവുകൾ തരുന്നുണ്ട്. ഏറെ സന്തോഷകരമായൊരു കാര്യം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അന്ത്യബാധ നിറഞ്ഞ 7 കലശങ്ങൾ പിടിച്ച ഒരു ദൂതന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറഞ്ഞു, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ യോഹന്നാൻ ആ ദൂതനോടുകൂടെ ചെല്ലുന്നു. അവിടെ പുതിയ യെരൂശലേം എന്ന നഗരത്തെ കാണിച്ചു കൊടുക്കുന്നു. അതിൻ്റെ മനോഹാരിത ആ ദൈവദാസൻ വളരെ നന്നായി വായിക്കുന്നവരുടെ ഉള്ളം പിടയത്തക്കവണ്ണം എഴുതി വച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണല്ലോ. നാം പാർക്കുവാൻ പോകുന്ന പട്ടണത്തിൻ്റെ നീളം, വീതി, ഉയരം, ആ പട്ടണത്തിലെ ഗോപുരങ്ങളുടെ സവിശേഷതകൾ, ആ പട്ടണത്തിൻ്റെ വീതികളുടെ സവിശേഷതകൾ, അവിടുത്തെ വിളക്ക്, ആ പട്ടണം ശോഭിക്കുന്ന വിധം, ആ പട്ടണത്തിലെ ഏത് വിഭാഗക്കാർക്കും ഫലപ്രദമേകുന്ന ജീവവൃക്ഷങ്ങൾ, ആ ജീവവൃക്ഷങ്ങൾ ഇടയിലൂടെ ഒഴുകുന്ന നദി എല്ലാം നാം വായിച്ചു വരുമ്പോൾ അറിയാതെ അവിടെ എത്തുവാനുള്ള ആവേശം, എത്രയും പെട്ടെന്ന് ആ നഗരം ഒന്ന് പോകുവാനുള്ള ആ തീവ്രമായ ആഗ്രഹം വായിക്കുന്നവൻ്റെ ഉള്ളിൽ ഉണ്ടാകുമല്ലോ. അതെ, നമ്മുടെ കഷ്ടങ്ങൾ നമുക്ക് ഏറെ സങ്കടകരമായി ഇവിടെ തോന്നുമ്പോൾ, ഇവിടെ ലോകം നമ്മെ അവഗണിക്കുമ്പോൾ, ലോകത്തിൽ പലതിലും നമ്മൾ തഴയപ്പെടുമ്പോൾ, നമ്മുടെ ഭാവി നാം മറക്കരുത്, നമ്മുടെ നിത്യത നാം മറക്കരുത്. ഒരിക്കലും ഈ ലോകത്തിനു വേണ്ടി നിത്യത നഷ്ടപ്പെടരുത്. കർത്താവിൻ്റെ ദാസൻ പാടിയതുപോലെ, മണ്ണെ പ്രതി മാണിക്യം കൈവെടിയരുത്. നമുക്ക് നമ്മുടെ ഭാവി ഓർത്ത് ഉത്തമഗീതത്തിൽ വായിക്കുന്നത് പോലെ പുഞ്ചിരി തൂകിക്കൊണ്ട്, പൗലോസ് പറയുന്നത് പോലെ ആ തേജസ്സേറിയ അനുഭവത്തെ ഓർത്തുകൊണ്ട് ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാം, നമുക്ക് തയ്യാറെടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.